ചാക്കോച്ച നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന തന്നെ കാര്യം നമ്മൾ നമുക്ക് എപ്പോൾ വിളിച്ചാലും ഓക്കെ നമ്മളോട് സംസാരിക്കുകയും പുള്ളിക്ക് പണിയില്ലാത്തതുകൊണ്ടല്ല. ഉന്മാദത്തിൽ അങ്ങനെ സ്വഭാവം ഉണ്ടോ? ഇല്ല, ഉന്മാദം ഷായി കബീറിന്റെ മുൻകാല സ്ക്രിപ്റ്റുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഒരു ഹാപ്പി എൻഡിങ് സിനിമയാണ്. നായകനൊരു ക്ലോഷറുണ്ട്, കൃത്യമായി കഥയ്ക്കൊരു ക്ലോഷറുണ്ട്. സിനിമ വെൽമെയ്ഡ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൃത്യമായി പറയുന്ന സംഭവങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ആവുന്നു, നമ്മൾ കാൽക്കുലേറ്റ് ഇതുപോലെ തന്നെ കഥ പോകുന്നു. പോലീസ് സ്റ്റേഷനോ പോലീസുകാരോ ഭീതി ഉണ്ടാക്കുന്ന കാര്യങ്ങളോ വിശ്വാസങ്ങളോ ഒക്കെ ഉണ്ടോ പോലീസുകാർക്കിടയിൽ? തീർച്ചയായിട്ടും ഷാഹിയുടെ സ്ക്രിപ്റ്റിലുള്ള പോലീസുകാരെ ശ്രദ്ധിച്ച എല്ലാ സാധാരണക്കാരാണ്. അവർക്കും പേടിയും വിശ്വാസവും അങ്ങനെ എല്ലാ വിചാരങ്ങളും ഉള്ള പോലീസുകാരാണ്. മഹേഷ് പ്രതികാരം തുടങ്ങുന്നതിൻ്റെ തലേദിവസം ഷൈജു ഖാലിദിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ദിലീഷ് പോത്തൻ കൊടുത്ത ഒരു ഒറ്റവാക്ക് പരിപാടി. നമ്മളെടുക്കാൻ പോകുന്നത് ഇടുക്കിയുടെ സിനിമയല്ല, ഇടുക്കിക്കാരുടെ സിനിമയാണ്. അതായത് ഡാമിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഷൂട്ട് നമ്മുടെ സിനിമയിൽ വേണ്ട. ഒരു ഫയല് തൊട്ടാൽ പ്രശ്നമാവുന്നു, അതൊക്കെ ഭാവന സൃഷ്ടിയാണോ അതോ അതും റിയൽ ലൈഫിൽ? അല്ല, അത് അങ്ങനെ ഒരു ഫയല് ശരിക്കും ഉള്ളതാണ്. ഓക്കെ, എഡിറ്റിംഗ് സെൻസ് ഉള്ളതുകൊണ്ട് സിനിമ കുറച്ചുകൂടി എളുപ്പമായി അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ സിനിമ ഒരു ട്രഡീഷണൽ അപ്രോച്ച് ചെയ്തതാണ്. പണ്ട് കാലത്ത്, അതായത് മുൻകാലത്ത് നമ്മുടെ ലെജൻസ് എല്ലാം ചെയ്തതുപോലെ തന്നെ ഷോട്ട് ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് അത് ചേർത്ത് വെച്ച് അങ്ങനത്തെ ഒരു സംഭവം. അത് നമുക്കൊരു എഡിറ്റിംഗ് സെൻസ് ഉണ്ടെങ്കിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ അങ്ങനെ 8 മണിക്കൂർ 2.5 മണിക്കൂർ സിനിമ ഉണ്ടാക്കാൻ തോന്നുന്നത്? പിന്നെ ഒരു കാലത്ത് അതല്ലായിരുന്നു പണി. നമസ്കാരം, നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. റൈറ്റർ ഷാഹി ആണ് എഴുതുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരു ചിന്ത ഉണ്ടാവും, എന്ത് ഡിപ്രഷനാണ് പടം അവസാനിക്കുമ്പോൾ തരാൻ പോകുന്നത്, എന്ത് തീരാവേദനയാണ്, ട്രോമയാണ് തരാൻ പോകുന്നത് എന്നുള്ളത്. ഉന്മാദത്തിൽ അങ്ങനെ സ്വഭാവം ഉണ്ടോ? ഇല്ല, ഉന്മാദം ഷായി കബീറിന്റെ മുൻകാല സ്ക്രിപ്റ്റുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഈ സിനിമയ്ക്ക് ഒരു ഹാപ്പി എൻഡിങ് സിനിമയാണ്. എല്ലാ വിധത്തിലും നായകനൊരു ക്ലോഷറുണ്ട്, അതിൽ കൃത്യമായി കഥയ്ക്കൊരു ക്ലോഷറുണ്ട്. അങ്ങനെ സന്തോഷമായി കണ്ട് പിരിഞ്ഞു പോകാൻ പറ്റുന്ന സിനിമയാണ്. ഇപ്പൊ റോന്ത് കാണുമ്പോഴും അല്ലെങ്കിൽ നായാട്ട് കാണുമ്പോഴൊക്കെ അതിനൊരു 2ാം ഭാഗത്തിന് സാധ്യതയും കൂടി ഇട്ടിട്ടാ പുള്ളി അവസാനിപ്പിക്കുന്നത്. അദ്ദേഹത്തോട് പേഴ്സണലി സംസാരിക്കുമ്പോഴും നായാട്ടിന് ഒരു കോർട്ട് റൂം സ്വഭാവമുള്ള 2ാം ഭാഗത്തിന് സാധ്യത ഉണ്ടെന്നും റോന്തിന്റെ സാധ്യത ഒക്കെ പറ്റിയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂവില്. ഇപ്പൊ ഇനി ഒരു ഉന്മാദം 2 സംഭവിക്കില്ല? ഇല്ല, ഒരിക്കലും ഇല്ല. ഉന്മാദത്തിന് ഇനി മുന്നോട്ട് ഒരു സാധ്യതയില്ല. ഉന്മാദം നമ്മൾ അവസാനം അങ്ങനെ ഒരു ക്ലോഷർ ഉണ്ട്. ഈ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന നിലയിൽ പോലീസിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും വളരെ ലോജിക്കലാണ്. അവിടെ തെളിവുകൾ, സാക്ഷികൾ ഒക്കെ ഉണ്ടെങ്കിലാണ് അതിൻ്റെ എല്ലാ പ്രൊസീഡിങ്സും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും പേപ്പറിൽ റെക്കോർഡറാണ്. അവിടെയാണ് ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് പോലത്തെ ഒരു കാര്യം അതേ പറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പോലീസുകാർക്കൊക്കെ അറിവുണ്ടാവുക അല്ലെങ്കിൽ അവർ പേടിക്കുക എന്നൊക്കെ പറയുന്നത്. തൊട്ട് അങ്ങനെ ചേർന്ന് പോകുന്ന സംഗതികളല്ലല്ലോ. അങ്ങനെ ശരിക്കും പോലീസ് സ്റ്റേഷനോ പോലീസുകാരോ ഭീതി ഉണ്ടാക്കുന്ന കാര്യങ്ങളോ വിശ്വാസങ്ങളോ ഒക്കെ ഉണ്ടോ പോലീസുകാർക്കിടയിൽ? തീർച്ചയായിട്ടും. അതായത് ഇപ്പം ഷാഹിയുടെ സ്ക്രിപ്റ്റിലുള്ള പോലീസുകാരെ ശ്രദ്ധിച്ച എല്ലാ സാധാരണക്കാരാണ്. അവർക്കും പേടിയും വിശ്വാസവും അങ്ങനെ എല്ലാ വിചാരങ്ങളും ഉള്ള പോലീസുകാരാണ്. സാധാരണ ഒരു നോർമൽ ആൾക്കുള്ള അതേ പേടി തന്നെ കാക്കിയിട്ടാലും ഇയാൾക്കുണ്ട്. വേറെ വ്യത്യാസമൊന്നും ഇതിനകത്ത് നമ്മൾ റിയൽ ലൈഫിൽ ശരിക്കും ഇല്ല. നല്ല വിശ്വാസികളായ പോലീസുകാരുണ്ട്, എന്നോട്ട് വിശ്വാസമില്ലാത്ത പോലീസുകാരുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ശരിക്കും നമ്മുടെ സിനിമ തന്നെ. അന്ധവിശ്വാസികളായ പോലീസുകാരുണ്ട്, തീർച്ചയായിട്ടും. നമ്മുടെ സിനിമയിലുണ്ട്, റിയൽ ലൈഫിലുണ്ട്. ഒരു ഫയല് തൊട്ടാൽ പ്രശ്നമാവുന്നു, അതൊക്കെ ഭാവന സൃഷ്ടിയാണോ അതോ അതും റിയൽ ലൈഫിൽ? അല്ല, അത് അങ്ങനെ ഒരു ഫയല് ശരിക്കും ഉള്ളതാണ്. ഓക്കെ, ഫയല് ശരിക്കും ഉള്ളതാണ്. ഇപ്പൊ നിങ്ങളുടെ എഴുത്തുകാരെന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ഇപ്പൊ പലപ്പോഴും പ്രേത സിനിമകളോ അല്ലെങ്കിൽ പ്രേതാനുഭവങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, ഹൊറർ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഏരിയ ഉണ്ടല്ലോ. ഇത് സത്യം പറഞ്ഞാൽ ആളുകൾ പ്രേതത്തെ സത്യമായിട്ട് റിയലായിട്ട് കാണുന്നത് സിനിമയിൽ കൂടിയാണ്. അല്ലെങ്കിൽ പുസ്തകത്തിന്റെ ഫോമാറ്റൊക്കെ വിട്ടിട്ടായാലും ചലിക്കുന്ന പ്രേതത്തൊക്കെ കാണുന്ന ആദ്യത്തെ വിഷ്വല് ദൈവത്തെ ആയാലും കണ്ടത് സിനിമയിൽ കൂടെ തന്നെയാണ്. ഇത് രണ്ടും കണ്ടു എന്ന് അവകാശപ്പെടുന്ന ഒരു ആൾക്കാരുണ്ട്. അവരെ വിട്ടേക്കും. അതല്ലാതെ അപ്പൊ ഇതിങ്ങനെ സയന്റിഫിക് ടെമ്പറോടുകൂടി ആലോചിച്ചിട്ട് പ്രേതത്തിലോ ദൈവത്തിലോ ഒക്കെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ട അനുഭവം ഉണ്ടോ പേഴ്സണലി? ഞാനങ്ങനെ വിശ്വാസിയല്ല ശരിക്കും. ഞാനങ്ങനെ വിശ്വാസിയല്ല. ഞാൻ എൻ്റെ ജോലി വിശ്വസിക്കുന്ന ഒരാളാണ്, എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരെ വിശ്വസിക്കുന്ന ആളാണ്. അത്രയേ ഉള്ളൂ. എൻ്റെ പൊളിറ്റിക്സ് അത്രയേ ഉള്ളൂ. നമ്മളിത് കഥയായിട്ട് വരുമ്പോൾ ഇത് പ്രേതം എന്നൊക്കെ പറയുന്നത് കുറച്ച് ടെക്നീഷ്യന്മാർ ചേർത്തുണ്ടാക്കുന്ന ഒരു എന്താ പറയുക, ഒരു വിഷ്വൽ ഇമ്പാക്റ്റാണ് ശരിക്കും. നല്ലൊരു സൗണ്ട് ഡിസൈനർ, നല്ലൊരു എഡിറ്റർ, നല്ലൊരു സിനിമാറ്റോഗ്രാഫർ, നല്ലൊരു ആക്ടർ, അങ്ങനെ ചേർത്ത് നമ്മൾ സിനിമയിൽ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വിശ്വാസമുള്ള ആൾക്കാരെ നമുക്ക് പേടിപ്പിക്കാൻ പറ്റും, വിശ്വാസമില്ലാത്ത ആൾക്കാരെ പേടിപ്പിക്കാൻ പറ്റിയ അടിപൊളി അങ്ങനെ നമ്മൾ വിചാരിക്കുന്നുള്ളൂ. നമുക്കിത് വളരെ സ്ലോ ബേണായി ഒരു സാധനം ഡെവലപ്പ് ചെയ്ത് ഓക്കെ അങ്ങനെ ഒരു നിഗൂഢത കുറച്ച് ടെക്നീഷ്യന്മാർ ചേർന്ന് ഉണ്ടാക്കുന്നതാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്.
ഇപ്പൊ ഈ സ്ലോ ബേൺ ആംബിയൻസിൽ വല്ലാത്ത പ്രാധാന്യം ഉണ്ടാവുന്നുണ്ട് കാഴ്ചയിൽ. ഇപ്പൊ ഒബ്സഷൻ എടുത്ത് നോക്കിയാലും ഇപ്പൊ യൂട്യൂബിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഗ്രാനി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. അതിനൊക്കെ ഈ ആംബിയൻസിലാണ് കഥ ഇരിക്കുന്നത്. അല്ലാതെ പണ്ടത്തെ പോലെ കുഞ്ഞു കുട്ടി ഓടുന്നു, വീട് മാറുന്നു, അങ്ങനത്തെ ക്ലീഷകളൊക്കെ മാറിയിട്ട് ആ ഒരു അന്തരീക്ഷം എത്രമാത്രം പേടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു മീറ്റർ അല്ലെങ്കിൽ ആ ഒരു രീതി ഉന്മാദത്തിൽ എങ്ങനെയാണ് ഉപയോഗിച്ചത്? അങ്ങനെ തന്നെയാണ് ശരിക്കും നമ്മളും ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ഇപ്പം പേടിപ്പിക്കുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ ഒരു ഉപദ്രവമില്ലാതെ ചുറ്റും കണ്ടുപിടിക്കുന്ന സാധനങ്ങളാണെന്ന് പറഞ്ഞാൽ ആ ഒരു ആംബിയൻസ് ആണ് ഡെയിലി ലൈഫിൽ നമ്മുടെ ചുറ്റുമുള്ള ആംബിയൻസ് തന്നെ. അത് തന്നെയാണ് നമ്മളൊരു ഹോണ്ടഡ് ഏരിയയിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ചെറുതായിട്ട് ഉന്മാദിപ്പിക്കുന്നത്. അതും നമ്മുടെ ഒരു ആംബിയൻസ് ഭയങ്കര സ്ലോ ബേൺ ആയിട്ട് തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അങ്ങനെ വലിയ പേടിക്കേണ്ടതല്ല. ഈ പേടിക്കും ഒരു ക്ലോഷർ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, എല്ലാത്തിനും ഒരു ആദ്യവന്ധ്യത ഉണ്ട്. ഇപ്പോൾ സിനിമ ചെയ്ത് കഴിഞ്ഞതിന്റെ പുറത്ത് എഡിറ്റിംഗ് സെൻസ് ഉള്ളത് കൊണ്ട് സിനിമ കുറച്ചുകൂടി എളുപ്പമായി അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് തീർച്ചയായും തോന്നിയിട്ടുണ്ട്. അതായത് ഞാൻ മുൻപേയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സിനിമ ഇച്ചിരി ഒരു ട്രഡീഷണൽ അപ്രോച്ച് ചെയ്തതാണ്. പണ്ട് കാലത്ത്, അതായത് മുൻകാലത്ത് നമ്മൾ ലെജൻസ് എല്ലാം ചെയ്തതുപോലെ തന്നെ ഷോട്ട് ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് അത് ചേർത്ത് വെച്ച് അങ്ങനത്തെ ഒരു സംഭവം. അത് നമുക്കൊരു എഡിറ്റിംഗ് സെൻസ് ഉണ്ടെങ്കിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രണ്ട് ഷൂട്ട് തമ്മിൽ ചേരുമല്ലോ. സിനിമ വെൽമെയ്ഡ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളത് കണ്ടു കഴിയുമ്പോൾ ഓക്കെ, വേറെ ഫ്ലോയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കൃത്യമായി പറയുന്ന സംഭവങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ കഥ പോകുന്നുണ്ട്, എല്ലാമായിട്ടും നമുക്കത് വിശ്വാസമുണ്ട്. ഈ കുഞ്ചാക്കോ ബോബൻ എന്നുള്ളൊരു പെർഫോമറെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത്രയും ദിവസം അദ്ദേഹത്തിൻ്റെ ട്രാവൽ ചെയ്തും കഴിഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ആക്ടറിൽ ഏറ്റവും എളുപ്പം എന്ന് തോന്നിയൊരു ഏരിയ എന്താണ്? അതായത് ഇപ്പം ചാക്കോച്ച നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ നമുക്ക് എപ്പോൾ വിളിച്ചാലും ഓക്കെ നമ്മളോട് സംസാരിക്കുകയും അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പണിയില്ലാത്തതുകൊണ്ടല്ല. ഓക്കെ, പുള്ളി ഓക്കെ നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ട്, കഥകൾ കേൾക്കാൻ ആൾ തയ്യാറാണ്. സെറ്റിൽ വന്ന് പോകുന്നവരെ ഹൈലി പ്രൊഫഷണലാണ്, എല്ലാ കാര്യത്തിനും ഹൈലി പ്രൊഫഷണലാണ്. കൃത്യസമയത്ത് നമുക്ക് വരും, നമ്മളൊരു കാര്യം തലേദിവസത്തെ ഇതിനു മുമ്പത്തെ സീൻ എന്താണെന്ന് പുള്ളിക്ക് വളരെ വൃത്തിയായിട്ട് അറിയാം, ഇത് കഴിഞ്ഞ് എന്താണ് സീൻ എന്നറിയാം, എന്ത് ഇമോഷനാണ് ഞാൻ ഇതിന് കണ്ടിന്യൂറ്റി പിടിക്കുന്നതെന്ന് പുള്ളിക്ക് വളരെ വൃത്തിയായിട്ട് അറിയാം. പുള്ളി വളരെ പ്രിപ്പയർഡ് ഡയലോഗ് പഠിച്ചിട്ടാണ് വരിക. അപ്പം ഓൾറെഡി തലേദിവസത്തിന്റെ കണ്ടിന്യൂറ്റി ആണ്, അത് കോമൺ സെൻസ് വെച്ചിട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അപ്പം നമ്മൾ അതിനകത്ത് അത് കറക്റ്റ് ചെയ്താൽ മാത്രം മതി, എന്തെങ്കിലും ഇംപ്രവൈസേഷൻ നമുക്കുണ്ടെങ്കിൽ മാത്രം മതി. പുള്ളി ഇന്നലെ നമ്മൾ എടുക്കുന്നത് ഓക്കെ, അപ്പം ഇന്നലെ ഞാൻ ഇങ്ങനെയായിരുന്നു, ഓക്കെ അപ്പം ഇവിടെ നിന്ന് അച്ഛൻ മരിച്ചിട്ട് വന്നിരിക്കുകയാണ്, ഓക്കെ അച്ഛൻ മരിച്ചിട്ട് വന്നിരിക്കുക, അപ്പോൾ ആ ഒരു മൂഡ് പിടിക്കാം. പുള്ളി അത് പിടിക്കുന്നു. അപ്പോൾ നമുക്ക് കണ്ടു കഴിയുമ്പം നമുക്ക് നമുക്ക് ഇച്ചിരി കുറച്ച് പിടിക്കാം അല്ലെങ്കിൽ കൂട്ടി പിടിക്കാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 2-3 ടേക്കിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഞെട്ടിക്കും. പുള്ളി ഈ എന്താ പറയുക, കുറച്ച് ഇമോഷണൽ സീനുകളിൽ പുള്ളി ഭയങ്കര ട്യൂൺഡാണ് ഇപ്പോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മുൻപുള്ള സിനിമ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഓഫീസിനോട് വരുമ്പോൾ ഇമോഷൻ പുള്ളിക്ക് കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ഞെട്ടിച്ച് കളയും, അത് നമ്മൾ പ്രതീക്ഷിക്കാത്തതിനപ്പുറത്തേക്ക് കൺട്രോൾഡ് ആയിട്ട് ഇമോഷണൽ ആവാന്നൊക്കെ പറയുന്നത്. അതെ, അത് തന്നെ എക്സാക്ട് ഇതാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ പുള്ളി അത് ആ എക്സാക്ട് ആ മീട്ട് തന്നെ പിടിക്കും, കയ്യിൽ നിന്ന് പോകുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും പറയും പോലെ അഭിനയിച്ച് ഞാൻ കട്ട് പറയാൻ പറഞ്ഞു, അങ്ങനെയല്ല. എന്താണ് നമുക്ക് വേണ്ടത്, ആ സ്റ്റോറിയുടെ ചെയ്യുന്നതിനെ പറ്റി കൃത്യമായിട്ട് ബോധ്യമുള്ള സ്റ്റോറി ലൈനിൽ ഇവിടെ എന്താണ് വേണ്ടത് അത് കൃത്യം ആ മീറ്റർ നിർത്തുകയും അത് കൃത്യമായി ഡബ് ചെയ്ത് തരികയും ചെയ്യും. അതാണ് ചിലർക്ക് അത് ഡബ് ചെയ്യുമ്പോൾ പാടാണ്. അപ്പൊ നമ്മൾ തന്നെയാണല്ലോ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഉള്ള ആള്. അപ്പൊ പണ്ട് ഈ കേട്ടിട്ടുണ്ട്, പണ്ടല്ല ഈ അടുത്തൊക്കെ ഈ 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഒരു പടത്തിന്റെ ഫുട്ടേജ് ആയിട്ട് വരികയും അതിൽ നിന്ന് 2-2.5 മണിക്കൂർ സിനിമ വെട്ടി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു എഡിറ്ററുടെ കഷ്ടപ്പാടിനെ പറ്റി നല്ല ഗ്രാഹ്യം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യുമ്പോഴും അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. നമ്മളിത് കാശാണ് പോകുന്നത്, വേസ്റ്റ് ആക്കരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. നമുക്ക് എൻ്റെ സിനിമയ്ക്ക് ഒരുപാട് ഫുട്ടേജ് വേസ്റ്റ് ഉണ്ടായിരുന്നില്ല തന്നെയാണ്. നമ്മൾ ചാക്കോച്ചൻ മാക്സിമം ഒരു 3-4 ടേക്ക്, അത് എല്ലാത്തിനൊന്നുമില്ല, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ 4 ടേക്കൊക്കെ പോകുള്ളൂ, അല്ലെങ്കിൽ 1-2 തന്നെ സംഭവം സെറ്റാണ്. നമ്മൾ ഒന്നെടുക്കും, പിന്നെ ഒരു ഓപ്ഷണലായിട്ടൊരു ടേക്ക് കൂടെ എടുക്കും, അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, പിന്നെ എന്തെങ്കിലും കറക്ഷൻ ഒന്നുകൂടെ എടുക്കും, അത് തന്നെയുള്ളൂ. ജീവിതത്തിൽ അങ്ങനെ 8 മണിക്കൂർ 2.5 മണിക്കൂർ സിനിമ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാലത്ത് അതല്ലായിരുന്നു പണി. ഇത് തന്നെ നമ്മൾ എത്ര 8 അതിൽ റഷസുള്ള സിനിമകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. 10 മണിക്കൂറിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ടോ? 10 മണിക്കൂർ റഷ് എന്ന് പറയുമ്പം നമ്മൾ ഫുൾ ഷൂട്ടഡ് റഷ് ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് കട്ട് ലെങ്ത്, നമ്മൾ ഫസ്റ്റ് കട്ട് ഡബ് ചെയ്യുന്ന ഒരു ലെങ്ത് ഉണ്ട്, അതാണ് നമ്മുടെ ചാലഞ്ച്. ഒരു ചില സിനിമകളൊക്കെ 4.5 മണിക്കൂറൊക്കെ നമുക്ക് ഡബ് ചെയ്യും. അതിൽ നിന്നൊരു 2-2.25 മണിക്കൂറിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഭയങ്കര പാടാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ എല്ലാവരും ഒരു 3-3.5 മണിക്കൂറിന് മുകളിൽ ഇതുപോലെ പുതിയ കാല സിനിമകളെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്.
അതിൽ നിന്നാണ് നമ്മൾ വെട്ടി ഒരു 2:10 ഇപ്പോൾ ആൾക്കാർക്ക് ഒരു അറ്റൻഡൻസ് ആണ് കണ്ടിരിക്കാനുള്ളത്. അതിലേക്കൊക്കെ എത്തിക്കാൻ നമ്മൾ നോക്കും. ചിലത് ഒരു 2:20-25 ചിലപ്പോൾ എത്തും. അങ്ങനെ തന്നെ എൻ്റെ 2:23 ലെങ്ത്. ഞാൻ കുറച്ചുകൂടെ കുറയ്ക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. വെറുതെ അല്ല, അത് അങ്ങനെ എടുത്തിരിക്കുന്നത്. അത് അത്രയും. പക്ഷേ ഈ അറ്റൻഷൻ സ്പാൻ എന്നൊക്കെ പറയുമ്പോഴേ ഇപ്പൊ അപ്പുറത്ത് ഈ ദുരന്തർക്ക് 3.5 മണിക്കൂറൊക്കെ ആളുകൾ ഇരുന്ന് കാണുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ പിന്നിലത്തെ ഒരു കാര്യം എന്താ? അല്ല, അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാലേ നമുക്ക് അങ്ങനെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകാൻ പോകണം. അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാവണം. അങ്ങനെയുള്ള ഐറ്റം സിനിമയിലുണ്ടാവും. നമ്മുടെ സിനിമയിലുള്ള ഐറ്റം വെച്ചിട്ട് ഇതാണ് അങ്ങനെ അതിന്റെ ഒരു സാധനം. ഇപ്പൊ നമുക്ക് ബാഹുബലി 3 മണിക്കൂർ കാണാം, പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര ലാർജർ ലൈഫ് സിനിമയാണ്. ഉള്ളൊഴുക്കൊന്ന് 2:20 എന്തോ ഉണ്ടായിരുന്നു എനിക്ക്, അത്ര ഉണ്ടായിരുന്നു എനിക്ക്. അതും അങ്ങനത്തെ നമുക്ക് കണ്ടിരിക്കാം, കുഴപ്പമില്ല. ഇപ്പൊ ഈ അന്നേറസിലൊക്കെ 3 മണിക്കൂറിന് അടുത്തുണ്ടായിരുന്നു പണ്ട്. ആ വേർഷൻ തന്നെ ഇപ്പൊ ഇറക്കിയ ചിലപ്പോ ശകലം നമ്മൾ ഡ്രം ചെയ്യേണ്ടി വരും ചിലപ്പോൾ. ഓക്കെ. ഈ പലപ്പോഴും കിരൺദാസ് എന്ന പേരുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് നിങ്ങളുടെ റൂംമേറ്റ്സിന്റെ പേരൂടെ ആളുകൾ പറയാറുണ്ടല്ലോ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ. അപ്പൊ ഇവര് 3 പേരുമായിട്ട് നിങ്ങളുടെ ഈ സിനിമയിൽ ഇനീഷ്യലി തുടങ്ങുന്ന സമയമുണ്ടല്ലോ, ആ ടൈം തൊട്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ ദിലീഷ് പോത്തനായാലും ശരി, ശ്യാം പുഷ്കരനായാലും ശരി, ഇവർ രണ്ടുപേരും മലയാള സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു പുതിയ ഭാവുകത്വം ഉണ്ടല്ലോ. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന നാട്ടുകാർ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന പോസ്റ്റ് ഓഫീസ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന KSRTC ഒന്നും അല്ലാതെ ഇവർ വേറെ തന്നെ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതൊക്കെ. അന്ന് കൂടെ ഉണ്ടായിരുന്നപ്പോഴും, അന്ന് എനിക്കറിയാൻ കേട്ടിട്ടുണ്ട് സിനിമ ഡിസിഷൻസ് വളരെ കുറവാണെന്ന്. എന്നാൽ പോലും അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കണം, അല്ലെങ്കിൽ പുതിയ രീതിയിൽ കാര്യങ്ങൾ പറയണം, അങ്ങനെ ഒരു ആഗ്രഹം ഇവരുടെ മനസ്സിൽ ഭയങ്കര ആത്മാർത്ഥമായിട്ട്. തീർച്ചയായിട്ടും. ഞാൻ മഹേഷിന്റെ പ്രതികാരം തുടങ്ങുന്നതിൻ്റെ തലേദിവസം ഷൈജു ഖാലിദിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ദിലീഷ് പോത്തനും കൊടുത്ത ഒരു ഒറ്റവാക്ക് പരിപാടി. അളിയ, നമുക്ക് നമ്മളെടുക്കാൻ പോകുന്നത് ഇടുക്കിയുടെ സിനിമയല്ല, ഇടുക്കിക്കാരുടെ സിനിമയാണ്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ അപ്പം അതായത് ഡാമിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഷൂട്ട് നമ്മുടെ സിനിമയിൽ വേണ്ട. കാരണം പൊതുവെ നമുക്ക് ഇടുക്കി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഡാമിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നല്ലേ, ഇടുക്കി ഡാമാണ്. പക്ഷെ നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിലെ കഴിഞ്ഞോടുകൂടി ഇടുക്കിക്ക് വേറൊരു ആംഗിള്, ഡാം എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ഡാമിന്റെ താഴെയാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ആംഗിളും കൂടി വന്നു. അത് ശരിക്കും ഇടുക്കിക്കാരുടെയാണ്. മറ്റേ മലമേലെ തിരിവെച്ചു എന്നുള്ള പാട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അവരുടെ ഡെയിലി ലൈഫാണ്. എനിക്ക് തോന്നുന്നത് ചീപ്പ് കടിച്ചു പിടിച്ചിട്ട് തല കെട്ടുന്ന ഒരു പെൺകുട്ടിയെ അതിനു മുമ്പ് കാണാൻ കുറവായിട്ട് ലിജോ മോളുടെ ഷോട്ട് അങ്ങനെയാണ്, ചീപ്പ് കടിച്ചു പിടിച്ചിട്ട് മുടി കെട്ടുന്ന, ചായക്കൊപ്പം ചക്ക കഴിക്കുന്ന വീട്ടുകാരൊക്കെ നമ്മൾ അങ്ങനെ റയറായിട്ടല്ലേ മലയാളത്തിന്. ശ്യാം പുഷ്കരൻ അന്ന് സംസാരിക്കുമ്പോഴും വിഷ്വലിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അതായത് പണ്ട് ഇത് മൊത്തം ഡയലോഗ് രൂപത്തിലായിരുന്നല്ലോ, പ്രണയമായാലും ദേഷ്യായാലും ഒക്കെ ഡയലോഗിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണല്ലോ. അദ്ദേഹത്തിന് അന്ന് പരിചയപ്പെടുന്ന ആദ്യ സമയം തൊട്ട് വിഷ്വലിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്, അങ്ങനെ ഒരു അങ്ങനെ തന്നെയാണ്. ശ്യാം നല്ല അടിപൊളി സ്ക്രീൻ പ്ലേ റൈറ്ററാണ്. സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് വേണ്ടി കഥ എഴുതുന്ന അങ്ങനെ തന്നെയാണ്. ഇപ്പം ശ്യാം പകുതി മനസ്സിലായിരിക്കും. ഞാൻ ഇതിനു മുമ്പ് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, മഹേഷിന്റെ പ്രതികാരത്തിൽ സീൻ 5B കുളത്തിൽ കുളിച്ച് ചെരുപ്പ് കഴുകി കയറുന്ന മഹേഷ്, അത്ര എഴുതിയിട്ടുള്ളൂ. സീൻ 5B കുളത്തിൽ കുളിച്ച് ചെരുപ്പ് കഴുകി കയറുന്ന മഹേഷ്, അത്ര എഴുതിയിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഇംപ്രവൈസേഷനാണ്. നമ്മൾ എന്തൊക്കെ കണ്ടു അതിനകത്ത്? വെള്ളത്തിൽ വീഴുന്നു, പുളി ഒഴുകി വരുന്നു, അണ്ടർവെയർ കഴുകി വെക്കുന്നു, അത് പിഴിഞ്ഞു കൊണ്ടുപോകുന്നു, അങ്ങനെ ഡീറ്റെയിലിംഗ് ആണല്ലോ. ഞാൻ പാട്ട് പാടുന്നു. ഓക്കെ. ഇപ്പൊ ഷാഹിദ് കപൂറായിട്ട് ഉള്ള യാത്രയിലും എത്രമാത്രം അങ്ങനെയുള്ള ഇംപ്രവൈസേഷൻ സാധ്യതകളുണ്ട്? എങ്ങനെയാണ് അങ്ങനെ സീൻസ് ഡെവലപ്പ് ചെയ്യുന്ന ആ പ്രോസസ് ഒന്ന് പറഞ്ഞു. എനിക്ക് കുറച്ചും കൂടെ ഇപ്പം അടുത്ത കുറച്ച് നാളായി ഫുൾ ഷാഹിദോട് ത്രൂട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഷാഹിദോട് എപ്പോഴും നമ്മൾ സിനിമ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പം ഇങ്ങനെ ഇതിനെപ്പറ്റി പറയുന്നു, അപ്പോൾ അങ്ങനെ സംസാരിച്ച് ഇത് ഷാഹി അത്ര സംസാരിച്ചില്ല, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടെങ്കിൽ ഷാഹി കേട്ടുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ സീനുകളെ പറ്റി ഇങ്ങനെ പറയും, നമുക്ക് ഇങ്ങനെയാണ് വളരെ വൈൽഡായിട്ടുള്ള ഐഡിയൊക്കെ പറയും. ചിലപ്പോൾ പിറ്റേ ദിവസം കാലത്ത് 7-8 ആകുമ്പോൾ എന്നെ വിളിക്കും. ഞങ്ങൾ രണ്ടുപേരും എയർലി റൈസേഴ്സ് ആണ്, നേരത്തെ എഴുന്നേക്കുന്ന ആൾക്കാർ. ഞാൻ ഷാഹി പോലീസുകാരനായിട്ട് രാവിലെ ഒന്നും 6 മണിക്ക് എഴുന്നേറ്റുള്ള ശീലം കാരണം പുള്ളി ഇപ്പോഴും ആ സമയത്ത് എഴുന്നേക്കും. അപ്പോൾ ഒരു 7 മണിക്കാകുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറയും, നമുക്ക് ഇങ്ങനെ പിടിക്കാളിയാം, ഇങ്ങനെ പോവാം. ഇന്നലെ പറഞ്ഞ സാധനത്തിൽ നിന്ന് പുള്ളി ഒരു ഇംപ്രവൈസേഷൻ അടിച്ചിട്ട് അങ്ങനെ ഒരു സാധനം നോക്കി. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ മണ്ടത്തരാണല്ലോ എന്ന് ഓർത്തിരിക്കുമായിരിക്കും. അങ്ങനെ സ്ഥിരമായി സംഭവിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഞങ്ങൾ വെറുതെ ഡ്രൈവ് ചെയ്യാൻ പോകുന്ന പരിപാടി. അപ്പം ഞാനിപ്പോൾ ഇന്നലെ ഞാൻ ഷാഹിയായിട്ട് പടം കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്ന, പിന്നെ ആലപ്പുഴ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട്
അതാണ് ഞാൻ ഇന്നലെ വരാത്തത്. അപ്പം അങ്ങനെ നമ്മൾ യാത്രകളുടെ ഇടയ്ക്കാണ് ഇപ്പോഴും ഈ സിനിമ കംപ്ലീറ്റ്ലി അങ്ങനെ ഉണ്ടായിരിക്കുന്നതാണ്. ഞങ്ങൾ ഗോവയിൽ വെച്ചൊരു സിനിമ ഞാൻ തീരുമാനിക്കുന്നു, ഗോവയിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര. അതിനിടയ്ക്ക് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടാണ് പോണത്, ഗോവയിൽ നിന്ന് ഇങ്ങോട്ട്. അതായത് ഇങ്ങനെ അങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ച് ഫ്ലൈറ്റിലാണ് പോയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ട് പോവുക. ഗോവയിൽ 3-4 ദിവസം ഉണ്ടായിരുന്നു. ഫിലിം ഫെസ്റ്റിവൽ നടക്കുമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ പറയുന്നു, എന്നെ സിനിമ ചെയ്യാൻ നിർബന്ധിക്കുന്നു, ഡയറക്റ്റ് ചെയ്യാൻ നിർബന്ധിക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ 1-2 വലിയ ഷായി എന്നെ നിർബന്ധിക്കുന്നു. എന്താ കാര്യമായിട്ട് പറഞ്ഞത് പുള്ളി? അതായത് നീ ഡയറക്റ്റ് ചെയ്യണം, അതിനൊരു കാരണം പറഞ്ഞിട്ടുണ്ടാവില്ല പുള്ളി? കാരണം പറഞ്ഞ ഇതല്ല, അതായത് ഞാൻ ഷായിയുടെ സ്ക്രിപ്റ്റുകൾ ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, നീ ഒരെണ്ണം ഉണ്ടാക്കി കാണിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ മുന്നിൽ. അങ്ങനെ മറ്റേ പെട്ടെന്ന് മുറിരണ്ട് അഭിപ്രായം പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഷായി ഗ്രേ ഇല്ല, ഒന്നിലെ ഉവ്വ് അല്ലെങ്കിൽ ഇല്ല. അല്ല കിരൺദാസും പേഴ്സണലി അങ്ങനെ തന്നെ പറയുന്നു. ഞാൻ കുറച്ചും കൂടി ഡിപ്ലോമാറ്റിക് ആണ് ഷായി സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പം ഇങ്ങനെ നീ ചെയ്യാൻ പറയുന്നു. അപ്പം ഞാൻ അടുത്ത വർഷം ചെയ്യാതിരുന്ന 1-2 വലിയ എഡിറ്റ് സിനിമകൾ മാറിയോടുകൂടി അവിടെ എനിക്കൊരു ഗ്യാപ്പുണ്ട്. അപ്പം ഷായി പറഞ്ഞു, അങ്ങനെയാണ് നീ ഒരു പടം സംവിധാനം ചെയ്യുക. എൻ്റെ വേറൊരു ഞങ്ങളുടെ ഒരു കോമൺ സുഹൃത്ത് സിജോ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നന്നായി നിർബന്ധിച്ചു. അപ്പം ഞാൻ വെറുതെ ഷായിയുടെ ഭയങ്കര പേഴ്സണലായി ഷായി സംവിധാനം ചെയ്യാൻ വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പം ഷായി ഇനിയപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് ഞങ്ങളുടെ ബുദ്ധിപൂർവ്വം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് അത് ചോദിച്ചു. അത് തരുവാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഷായി കുറച്ച് നേരം നടന്നിട്ട് ഷായി പറഞ്ഞു, അത് നീ ചെയ്തു തന്നു. പുള്ളി അതെനിക്ക് തരാൻ തയ്യാറായി. അപ്പം ഞാൻ പെട്ടു. അപ്പം നമുക്കൊരു ആക്ടർ ആണല്ലോ. ഷായി പറഞ്ഞു, നീ തിരിച്ച് ഫ്ലൈറ്റിന് നോക്കൂ. ഞാൻ നേരെ ചാക്കോച്ചൻ വയനാടുണ്ട്, ഗോവയിൽ നിന്ന് നേരെ പോയിട്ട് ഞാൻ ചാക്കോച്ചനെ കണ്ടിട്ട് ആളെ പിടിച്ചിട്ട് ഞാൻ വരാം, എറണാകുളത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ ചാക്കോച്ചൻ അപ്പം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ കൊച്ചി എത്തി. പിറ്റേ ദിവസം ഷായി വന്നു, ഞങ്ങളിരുന്നു. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഈ പടത്തിൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് ഞങ്ങൾ മുംബൈക്ക് പോകുന്ന സമയത്താണ്. അപ്പം അതൊരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റാണ്, ഇച്ചിരി വലുതാണ്. അതിനൊരു വർഷത്തെ റിസർച്ചും കാര്യങ്ങളൊക്കെ വേണം. അപ്പം ഞാൻ നോക്കിയിട്ട് സാമ്പത്തികമായി നമുക്ക് അത്ര മെച്ചമല്ല. ഒരു വർഷം നമ്മൾ എഡിറ്റ് ചെയ്യാതിരിക്കുക, പിന്നെ ഒരു വർഷം സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അത്ര നമ്മൾ സാധാരണ എഡിറ്റ് ചെയ്യുന്നൊരു റവന്യൂ അതിൽ നമുക്ക് കിട്ടില്ല ഒരു സിനിമ സംവിധാനം ചെയ്തില്ല. അപ്പം ഞാൻ പിന്നെ ഷായിയോട് ചോദിച്ചു, നമുക്കൊന്ന് വേണമെങ്കിൽ ഇതൊന്ന് മാറ്റി പിടിച്ചിട്ട് വേറെ എനിക്ക് ഓൾമോസ്റ്റ് പുള്ളിയുടെ കയ്യിലുള്ള കഥകളെല്ലാം തന്നെ അറിയാം. അപ്പോൾ എനിക്കിങ്ങനെ നമ്മൾ കടയിൽ പോയി എടുക്കുമ്പോൾ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ വേറൊരു കഥ ഞാൻ സെലക്ട് ചെയ്യും. അപ്പോൾ പുള്ളി അത് പിടിക്കാം. അപ്പോൾ ചാക്കോച്ചൻ വിളിച്ചപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞില്ല, അതാണെങ്കിലും കുഴപ്പമില്ല, നമുക്കത് നോക്കാം. പുള്ളിക്കും അത് അറിയാവുന്നതാണ്. ഓക്കെ, അങ്ങനെ അത് ഉന്മാദം എന്ന് പറഞ്ഞത് ഞങ്ങൾ ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ ആകസ്മികമായി ഉണ്ടായത്. പോലീസുകാരുടെ കഥ അല്ലാതെ എന്തെങ്കിലും കഥ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഇതിന് ശേഷം ഉണ്ടാവും. ഇത് അടുത്തൊരു പോലീസ് സ്റ്റോറിയാണ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ല ആരവം. പുള്ളി എനിക്ക് തോന്നുന്നത് ജോസഫ് കഴിഞ്ഞ് അനൗൺസ് ചെയ്ത ആരവമാണ്. ആരവം ഒരു പോലീസ് കഥയല്ല. ആരവം വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട് ഒരു പൊളിറ്റിക്കൽ ലവ് സ്റ്റോറിയാണ് ശരിക്കും. ആലപ്പുഴയുടെ വലിയൊരു സിനിമയാണ്. അനൗൺസ് ചെയ്തിട്ട് മറ്റേ ഓഫീസർ തൊട്ട് ഡയറക്ടർ ജിത്തു വരുന്നു, അതിൻ്റെ ഡയറക്ടർ. പിന്നെ വേറൊരു 1-2 അതെല്ലാം കുറച്ച് സ്കെയിൽ കൂടിയ സിനിമകളാണ്. അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അദ്ദേഹത്തിന് പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ട്രോമകളോ നിരാശകളോ സങ്കടങ്ങളോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് എന്നാണ്. ശരിക്കും അങ്ങനെ സങ്കടങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ എടുത്ത് ഉള്ളിലൂടെ കടത്തിപ്പുറത്തേക്ക് കളയുന്ന ഒരാളാണോ, അതോ സങ്കടമൊക്കെ വന്നാൽ ഉള്ളിൽ കുറച്ച് നിർത്തുന്ന ആളാണോ? കുറച്ചത് നിർത്തുന്ന ആളാണ്. ആളത് വെറുതെ പറയുന്ന എനിക്ക് തോന്നി. വെറുതെ പറയുന്നതാണ് ആള്. ഇപ്പം അങ്ങനെ തന്നെയാണ്. ഇമോഷനും കാര്യങ്ങളും സ്നേഹവും എല്ലാം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ഏത് കള്ളം പറയുന്നതാണ്. ഇപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്കുകളിൽ ഏറ്റവും പേഴ്സണലി ഫേവറേറ്റ് ആയിട്ട് തോന്നിയ സിനിമ ഏതാണ്? നായാട്ട് തന്നെയാണ്. ഇപ്പോഴും നായാട്ട് എൻ്റെ ഒരു ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റാണ്. ആ സിനിമയുടെ കൂടെ നമ്മൾ സഞ്ചരിപ്പിക്കും ശരിക്കും. ഭയങ്കര ഗംഭീര വർക്കാണ്. സിനിമ സംവിധായകൻ എന്നുള്ള രീതിയിൽ ഇപ്പം നമുക്ക് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ലല്ലോ ഇതിനകത്ത്. നമ്മൾ ഇത് കഥ ചെയ്യണം, ഇപ്പം പറഞ്ഞില്ലേ കഥ തന്നെ മാറിപ്പോവും. അപ്പോൾ നമ്മൾ എത്രമാത്രം ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പുറമേ ഉള്ള ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, ഇത് ഭയങ്കര ഓർഗനൈസ്ഡ് അല്ലാത്ത രീതിയിൽ, അതായത് പല സമയത്ത് എഴുന്നേൽക്കുന്നു, പല സമയത്ത് ഉറങ്ങുന്നു, അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലല്ല ഇൻട്രസ്റ്റ് വർക്കാവുന്നു എന്നുള്ളൊരു ധാരണയുണ്ട് പലപ്പോഴും പുറത്ത്. ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ എത്രമാത്രം ഡിസിപ്ലിൻഡ് ആവണം, അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ ഇതിന് മാത്രം ഡിവോട്ടഡ് ആവണം, ആ ഏരിയയെ പറ്റി ഒന്ന് പറയാമോ?
അല്ല, സ്ട്രക്ചർഡ് അല്ലാന്ന് ആൾക്കാർക്ക് വെറുതെ തോന്നുന്നതാണ്. സ്ട്രക്ചർഡ് അല്ലെങ്കിൽ പരിപാടി ഒന്നും നടക്കുന്നില്ല. കാരണം ഇത് അത്രമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 200-നടുത്ത് ആൾക്കാർ ഒരു സമയത്ത് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റാണ്. ഇതൊരു ഡയറക്ടറെ ബേസ് ചെയ്തിട്ടാണ് സാധനം പോകുന്നത്. ചിലപ്പം നമ്മൾ സ്ട്രക്ചർഡ് അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ഇതും ആകെ അലമ്പായി പോകും. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് നമുക്കുണ്ട്. നമുക്കൊരു ചീഫുണ്ട്, അതിനൊരു സ്ട്രക്ചറുണ്ട്. നമുക്കൊരു ഡയറക്ഷൻ ടീമിന് സ്ട്രക്ചറുണ്ട്. നമുക്കൊരു ചീഫ് അസോസിയേറ്റ് ഡയറക്ടറുണ്ട്. അതിൻ്റെ താഴെ 2-3 അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടാവും. ഈ അസോസിയേറ്റ് ഡയറക്ടർക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടാവും. അവരെ താഴെ ഈ 2 അസിസ്റ്റൻസ് ഉണ്ടാവും അവർക്ക് ഡീൽ ചെയ്യാനായിട്ട്. സ്ട്രേറ്റ് ഇപ്പോൾ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ഒരു അസിസ്റ്റന്റ് സ്ട്രേറ്റ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മളിങ്ങനെ ചെയിനിലാണ് കിടക്കുക. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഡയറക്ടർ നിൽക്കുക. അതുകൊണ്ട് തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ എന്തുണ്ടായാലും ഈ ചെയിൻ ത്രൂ നമ്മുടെ അടുത്തേക്ക് പെട്ടെന്ന് എത്തും. പെട്ടെന്ന് ഓൾമോസ്റ്റ് എല്ലാം എത്തണമെന്നില്ല, ചീഫ് വരെ എത്തും. അത് നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളായിരിക്കും ചീഫ്. നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ അറിയിക്കും. ഓക്കെ, ഇത് വേണ്ട, നമുക്ക് തന്നെ ഡീൽ ചെയ്യാവുന്നുള്ളൂ, വെറുതെ ആൾക്ക് പ്രഷർ കൊടുക്കണ്ട. അയാൾ വേറെ ഒരു ഇതിൻ്റെ ഒരു ലോജിസ്റ്റിക്സ് ഏരിയയാണ്. ഇതിൻ്റെ ഒരു ക്രിയേറ്റീവ് ഏരിയ വേറെ ഉണ്ട്. അപ്പം ട്രൂ റൈറ്ററായിട്ട്, സിനിമോഗ്രാഫറായിട്ട് അങ്ങനെ വേറൊരു ലൈനുണ്ട്. അതും ഡയറക്ടറിലേക്ക് എത്തുന്നത്. നമ്മൾ കൂടുതൽ അത് ചിലപ്പോൾ അതിലായിരിക്കും ഫോക്കസ്. ഈ സാധനം റൺ ചെയ്യാനായിട്ട് നമ്മൾ ചീഫിന് വെച്ചിരിക്കുന്നത്. ഇത് കൃത്യമായി ഇത് ചാർട്ട് ചെയ്ത് ഏതൊക്കെ ദിവസം എന്തൊക്കെ ഷൂട്ട് ചെയ്യണം ഇതൊന്നും നമ്മൾ അന്വേഷിക്കില്ല. അപ്പോൾ തലേദിവസം പോകുമ്പോൾ ഇപ്പം നമുക്കൊരു 3-4 ദിവസത്തെ ചാർട്ടൊക്കെ നമുക്ക് അറിയായിരിക്കും എന്തൊക്കെയായിരിക്കും. അപ്പോൾ ചിലപ്പം ഒരു ചാർട്ട് പൊളിക്കും, ഒരു ആർട്ടിസ്റ്റിന് ഇല്ലാന്ന്. ഇത് ഓട്ടോമാറ്റിക്കലി ചീഫ് റീസ്ട്രക്ചർ ചെയ്ത് നമ്മളടുത്ത് പറയും, നമുക്ക് ഇന്ന ദിവസം ഇതാണ് ഷൂട്ട് ചെയ്യുന്നത്. നമുക്കൊരു ധാരണ ഉണ്ടാവും. തലേദിവസം നമ്മൾ സെറ്റിൽ നിന്ന് പോകുന്നതിന് മുമ്പ് പിറ്റേ ദിവസം എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ധാരണ മൊത്തത്തിലൊന്നും ഉണ്ടാക്കിയിട്ടേ നമ്മൾ പിരിഞ്ഞു പോകുന്നുള്ളൂ. പിരിഞ്ഞു പോയി നമ്മൾ വൈകിട്ട് നമ്മുടെ ഒരു കൂട്ടായ്മയിലോ നമ്മുടെ റൂമിൽ ഇരുന്നിട്ട് നമ്മൾ റൈറ്ററുമായിട്ട് പിറ്റേ ദിവസം സംസാരിക്കുന്ന ആദ്യം എന്താണ് നമ്മൾ ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്, ഇത് തലേദിവസം എടുത്ത കണ്ടിന്യൂറ്റി വെച്ചിട്ട് ഇന്ന് മതിയോ, ഞാൻ എന്തെങ്കിലും ഇംപ്രസേഷൻ വേണോ എന്നുള്ള കാര്യത്തിൽ റൈറ്ററുമായിട്ട് സംസാരിക്കും. ഇംപ്രസേഷൻ ഉണ്ടെങ്കിൽ അപ്പം തന്നെ സിനിമോഗ്രാഫർ വിളിക്കും, ഡയറക്ടർ വിളിക്കും. മാറ്റം ഉണ്ടെങ്കിൽ അപ്പം ഇവരെല്ലാവരും അവൈലബിൾ ആയിരിക്കും. ആർട്ട് ഡയറക്ടർ ചിലപ്പോൾ ആയിരിക്കില്ല, പക്ഷേ ആരില്ലെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യുന്ന ഒരാളുണ്ടാവും. ഒരാളെ ഏൽപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അയാളെ നമ്മൾ വിളിക്കും. അപ്പം അവരോട് സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാരണം ചിലപ്പം ഒരു സീൻ നമ്മൾ എന്തെങ്കിലും ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിൽ മാറ്റങ്ങൾ വരാം, കോസ്റ്റ്യൂമിൽ മാറ്റങ്ങൾ വരാം, ആർട്ടിസ്റ്റിൽ മാറ്റങ്ങൾ വരാം. ചിലപ്പോൾ രാത്രി വേറെ ആളെ വിളിച്ച് വരത്തിൽ വരും, കോമ്പിനേഷൻ മാറി കഴിയുമ്പോൾ. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് അറിയിക്കണം. അറിയിച്ചാലേ ഈ പ്രത്യേകിച്ച് സാധനം നടക്കുള്ളൂ. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണം പിറ്റേ ദിവസം എഴുന്നേറ്റ് നമ്മൾ ഷൂട്ടിന് ചെല്ലുമ്പോൾ ഈ രാത്രി ഈ പറഞ്ഞ സാധനം എല്ലാം അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല. നമ്മൾ സ്ട്രക്ചർഡ് ആണെങ്കിലേ നടക്കുള്ളൂ. ഇല്ലെങ്കിൽ ഉച്ചവരെ നമ്മൾ വെറുതെ ഇരിക്കും സെറ്റാകുന്നവരെ. ആൾക്കാർ ഇങ്ങനെ ലൈറ്റ് കയറ്റുന്നുണ്ടാവും. അപ്പോൾ പറയും ഇങ്ങനെ ഇതാണല്ലേ ക്ലോസ് ആണ് വേണ്ടത്. അതിന് നിങ്ങൾ എന്നോട് പറയണ്ടേ, ഞാൻ ടെലി ലെൻസ് കൊണ്ടുവന്നിട്ടില്ല. ഇത് പറഞ്ഞാലേ എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതെല്ലാം നമ്മളടുത്ത് ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ നാളെ ഇന്നൊരു ഷോട്ട് നമുക്ക് എക്സ്ട്രാ ഉണ്ട്, നമ്മൾ കണ്ണിൻ്റെ ഒരു ക്ലോസ് എടുക്കണം. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ ക്ലോസ് എടുക്കാൻ പറ്റില്ല. അതിന് മാക്രോ ലെൻസ് പറഞ്ഞു. അപ്പോൾ ഇത് വരണമെങ്കിൽ നമുക്ക് ഒരു സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടോ പറയാൻ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് വിട്ടുപോയാൽ മൊത്തത്തിൽ പാടും. ഇത് മൊത്തത്തിൽ തെറ്റിപ്പോകും. തെറ്റിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഷൂട്ട് നടക്കാണ്ടിരുന്ന അത്രയും ചെലവും കൂടുമല്ലോ അല്ലേ. ഒരു ദിവസം അപ്രോക്സിമേറ്റ്ലി 7 ലക്ഷം രൂപ എക്സ്പെൻസ് വരുന്നുണ്ട് ഷൂട്ടിന്. 7 ലക്ഷം രൂപ. അത് ഒരു ദിവസം നമ്മൾ എന്താ പറയുക, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധി. ഷൂട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധി. ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ 2-2.5 ലക്ഷം രൂപയ്ക്ക് നഷ്ടം നമുക്ക് കുറയ്ക്കാം. 2-2.5 ലക്ഷം ചിലവ് വരുള്ളൂ. ഷൂട്ട് ചെയ്ത റൂമിൽ ഇരുന്നാൽ അത്രയും ചിലവ് വരും. ഷൂട്ട് ചെയ്യാൻ ഇറങ്ങി ഷൂട്ട് വൈകും തോറും ഇത് വെറുതെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഹാഫ് ഡേ ഉച്ച വരെ സെറ്റിൽ എല്ലാവരും പോയി ഇരിക്കുവാണ്. ഇത് എല്ലാവർക്കും ഡെയിലി പാറ്റായും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരാൾ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമാണ്. ഇത് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രോപ്പർ ആണെങ്കിലാണ് ഈ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അത്രമാത്രം സ്ട്രക്ചറാണ്, അത്രമാത്രം സിസ്റ്റമാറ്റിക് ആണ്. ആൾക്കാർക്ക് വെറുതെ തോന്നുന്നതാണ് സിനിമാക്കാരെല്ലാം അലമ്പരാണ്. സിനിമാക്കാര് തോന്നുന്ന സമയത്ത് എഴുന്നേൽക്കുക, തോന്നുന്ന സമയത്ത് ഉറങ്ങുക, പിന്നെ മറ്റേ കാര്യങ്ങളെ പറ്റി ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ വിശ്വസിച്ചൊരു പ്രൊഡ്യൂസർ 10-15 കോടി മുടക്കിയിരിക്കുകയാണ്. ആ ഒരു ഉത്തരവാദിത്വം നമുക്കുള്ളൂ. ഇതൊരു ഷോ ബിസിനസ് കൂടിയാണല്ലോ. അത് തിരിച്ചു മേടിച്ചു കൊടുക്കുക എന്നുള്ളത് ഡയറക്ടറുടെ സോൾ ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ ഉന്മാദം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഒരു സിനിമ അല്ലെങ്കിൽ ഇനിയും ഡയറക്ഷൻ സീരിയസ് ആയിട്ട് കുറച്ചും കൂടി സിനിമകൾ അങ്ങനെ പ്ലാൻ ഉണ്ടോ? നല്ലത്. ഞാൻ എഴുത്തുകാരനല്ല, തീർച്ചയായിട്ടും. ഞാൻ ടെക്നീഷ്യനാണ്. അപ്പം നല്ല സിനിമകൾ, അതായത് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ചെയ്യും എന്തായാലും. ഇപ്പം എന്തായാലും ഇത് കഴിഞ്ഞിട്ട് 2-3 സിനിമകൾ എഡിറ്റ് ഓൾറെഡി പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ എഡിറ്റിന്റെ പ്രോസസിന്റെ കൂടെ അടുത്തൊരു സിനിമയിലേക്കുള്ള കഥ കേൾക്കണം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. മീൻസ് ഷാഹിയോ അല്ലെങ്കിൽ ശ്യാമോ അങ്ങനെ ആരുടെയൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ. നേരത്തെ ഒരുപാട് നന്ദി കിരൺദാസ്. സിനിമ സംസാരിക്കട്ടെ
സിനിമ വിജയിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു. താങ്ക് യു.